ഹായ് പാർട്ട്നേഴ്സ്, നമ്മുടെ ജീവനക്കാരുടെ ശമ്പളം നമുക്ക് ടാക്സിൽ നിന്ന് കുറയ്ക്കാം. പക്ഷേ അവരുടെ ഭാവിക്ക് വേണ്ടി, അതായത് റിട്ടയർമെന്റ് ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ഗോസിയിലേക്ക് കമ്പനി അടക്കുന്ന പണമോ ആ തുകയും നമുക്ക് ചെലവായി കാണിക്കാൻ പറ്റുമോ? പറ്റും. ഇന്നത്തെ സൊല്യൂഷൻ അതാണ്. സൗദി അറേബ്യയുടെ ഇൻകം ടാക്സ് നിയമത്തിൽ പറയുന്നത്, നിയമപ്രകാരം സ്ഥാപിച്ച ഒരു ഓതറൈസ്ഡ് റിട്ടയർമെന്റ് ഫണ്ടിലേക്ക് ഒരു എംപ്ലോയർ എന്ന നിലയിൽ നമ്മൾ അടക്കുന്ന വിഹിതം നമുക്ക് ചെലവായി കുറയ്ക്കാമെന്നതാണ്. എന്നാൽ ഇതിന് നിയമം ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് കുറയ്ക്കാവുന്ന തുക ഓരോ ജീവനക്കാരൻ്റെയും വാർഷിക വരുമാനത്തിൻ്റെ 25% കൂടാൻ പാടില്ല. ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. ഈ 25% കണക്കാക്കുമ്പോൾ നമ്മൾ റിട്ടയർമെന്റ് ഫണ്ടിലേക്ക് അടക്കുന്നതിന് മുമ്പുള്ള ആ ജീവനക്കാരന്റെ ഇൻകത്തിന്റെ മുകളിലാണ് അത് കണക്കാക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം. നമ്മുടെ ഒരു ജീവനക്കാരന്റെ വാർഷിക ശമ്പളം 1 ലക്ഷം റിയാലാണെന്ന് കരുതുക. അപ്പോൾ അതിന്റെ 25% ലിമിറ്റ് എന്ന് പറയുന്നത് 25,000 റിയാലാണ്. കേസ് 1, നമ്മൾ ആ വർഷം ആ ജീവനക്കാരന്റെ റിട്ടയർമെന്റ് ഫണ്ടിലേക്ക് 20,000 റിയാലാണ് കമ്പനി വിഹിതമായി അടച്ചതെങ്കിൽ ആ 20,000 റിയാലും നമുക്ക് പൂർണ്ണമായും ചെലവായി കുറക്കാം. കാരണം അത് 25,000 എന്ന ലിമിറ്റിന് താഴെയാണ്. കേസ് 2, നമ്മൾ 30,000 റിയാലാണ് അടച്ചതെങ്കിലോ, അപ്പോൾ നമുക്ക് പരമാവധി 25,000 റിയാൽ മാത്രമേ ചെലവായി കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ലിമിറ്റിന് മുകളിലുള്ള 5,000 റിയാൽ കുറയ്ക്കാൻ പറ്റില്ല. മറ്റൊരു സംശയം, ചില ഫണ്ടുകളിൽ ജീവനക്കാരനും ഒരു വിഹിതം അടയ്ക്കേണ്ടി വരും. ഉദാഹരണം, ഗോസിയിൽ തന്നെ ജീവനക്കാരന്റെ വിഹിതവുമുണ്ട്, എംപ്ലോയറുടെ വിഹിതമുണ്ട്. എന്നാൽ ജീവനക്കാരന്റെ വിഹിതമായ തുക നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? ഇൻകം ടാക്സ് നിയമം പറയുന്നത്, ജീവനക്കാരൻ സ്വയം അടക്കുന്ന വിഹിതം ഒരു കാരണവശാലും തൊഴിലുടമയ്ക്ക് ചെലവായി കുറയ്ക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എംപ്ലോയറുടെ വിഹിതത്തിന് മാത്രമേ ഈ ഡിഡക്ഷൻ ബാധകമാവുകയുള്ളൂ. ലാഭം ഉണ്ടാകുമ്പോൾ കുറയ്ക്കേണ്ട ചെലവുകളെ കുറിച്ചാണ് നാം പറഞ്ഞത്. എന്നാൽ നമ്മുടെ ചെലവുകൾ വരുമാനത്തെക്കാൾ കൂടിയാലോ? അത്തരം കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. Hope to see you again. നൗഷാദ് അക്കുറേറ്റ്.